ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് നമ്മൾ തുടങ്ങിയ ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻസ് ആയിരുന്നു. അതിൻ്റെ ഇൻട്രൊഡക്റ്റീവ് ക്ലാസ് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ് നമ്മൾ കണ്ടക്ട് ചെയ്തത്. അത് നമ്മൾ ലാസ്റ്റിൽ മെൻഡൽ അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റൽ മെറ്റീരിയലായി ചൂസ് ചെയ്ത ഗാർഡൻ പീ പ്ലാന്റ് പൈസം സറ്റൈവം അതിനെ ചൂസ് ചെയ്യാനുള്ള കാരണങ്ങളും അതിനോടൊപ്പം അദ്ദേഹം ഗാർഡൻ പീ പ്ലാന്റിലെ പഠന വിധേയമാക്കിയ 7 ക്യാരക്ടേഴ്സ് നമ്മൾ പഠിച്ചു. 7 ക്യാരക്ടേഴ്സ്: പ്ലാന്റ് ഹൈറ്റ്, സീഡ് ഷേപ്പ്, സീഡ് കളർ, ഫ്ലവർ കളർ, ഫ്ലവർ പൊസിഷൻ, പോഡ് കളർ, പോഡ് ഷേപ്പ്. ഇതിൽ ഓരോന്നിനും 2 വിധം ഓൾട്ടർനേറ്റീവ് ഫോംസ് ഉണ്ടായിരുന്നു. ഒന്ന് ഡോമിനന്റ്, മറ്റൊന്ന് റെസസീവ്. എന്താണ് ഡോമിനന്റ്, എന്താണ് റെസസീവ് എന്ന് ഞാൻ ഈ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ മെൻഡലിന്റെ എക്സ്പെരിമെന്റിലോട്ട് പോകും. മെൻഡലിന്റെ എക്സ്പെരിമെന്റ്, ആദ്യത്തെ അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് അറിയപ്പെടുന്നത് ഇങ്ങനെയാണ്: മോണോ ഹൈബ്രിഡ് ക്രോസ്. ഇങ്ങനെ അറിയപ്പെടുന്നത്. എന്താ പേര്? മോണോ ഹൈബ്രിഡ് ക്രോസ്. എന്താണ് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞാൽ? മോണോ എന്ന് പറഞ്ഞാൽ ഒന്ന്, എ ക്രോസ് ഇൻവോൾവിംഗ് ഓൺലി വൺ ക്യാരക്ടർ. A cross involving only one character is called a monohybrid cross. A cross involving only one character. ഒരു ക്യാരക്ടർ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന ക്രോസുകൾക്ക് പറയുന്ന പേരാണ് മോണോഹൈബ്രിഡ് ക്രോസ്. ഒരു ക്രോസിൽ നമ്മൾ ഒരു പ്ലാന്റിന്റെ ഒരു ക്യാരക്ടർ മാത്രമേ പഠന വിധേയമാക്കുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ പ്ലാന്റിന് ഒരൊറ്റ ക്യാരക്ടർ മാത്രമേ ഉള്ളൂ എന്നല്ല, ആ പ്ലാന്റ്സിന് ധാരാളം ക്യാരക്ടേഴ്സ് ഉണ്ട്. നമ്മൾ മെന്റൽ ഗാർഡൻ പീ പ്ലാന്റ് സെലക്ട് ചെയ്ത 7 ക്യാരക്ടേഴ്സ് പഠിച്ചു. അതിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടറിൽ മാത്രം നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു. ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. ആ ഒരു ക്യാരക്ടറിനെ ആധാരമാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന ക്രോസുകൾക്ക് പറയുന്ന പേരാണ് മോണോ ഹൈബ്രിഡ് ക്രോസ്. ഒരു എക്സാമ്പിൾ എടുക്കാം. സോ ഒരു മോണോ ഹൈബ്രിഡ് ക്രോസിന് വേണ്ടി നമുക്കൊരു ക്യാരക്ടർ സെലക്ട് ചെയ്യാം. ക്യാരക്ടർ ഞാൻ എടുക്കുന്നു, പ്ലാന്റ് ഹൈറ്റ് ആണ്. പ്ലാന്റ് ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, പ്ലാന്റ് ഹൈറ്റ്. നമുക്കറിയാം ഈ പ്ലാന്റ് ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടറിന് 2 കോൺട്രാസ്റ്റിംഗ് ഫോംസ് ഉണ്ട് അല്ലെ, 2 ഓൾട്ടർനേറ്റീവ് ഫോംസ് ഉണ്ട്. എന്തൊക്കെയാണ്? ടോളും ഡോർഫും. സോ പ്ലാന്റ് ഹൈറ്റിന്റെ 2 ഓൾട്ടർനേറ്റീവ് ഫോംസ് ആണ് ടോളും ഡോർഫും. എന്താ ചെയ്യാൻ പോകുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പില് ഇദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് ഫസ്റ്റ് സ്റ്റെപ്പില് ഇദ്ദേഹം ചെയ്തത് ഈ എടുത്ത ക്യാരക്ടറിന്റെ ഓൾട്ടർനേറ്റീവ് ഫോംസ് ഉള്ള 2 പ്ലാന്റിനെ ചൂസ് ചെയ്യും. അതായത് ഒരു ടോൾ പീ പ്ലാന്റെയും ഒരു ഡോർഫ് പീ പ്ലാന്റ്. സോ ഇദ്ദേഹത്തിന്റെ പൂന്തോട്ടത്തിലോട്ട്, അദ്ദേഹത്തിന്റെ ആ പള്ളിക്കടുത്തുള്ള ആ പൂന്തോട്ടത്തിലൂടെ അദ്ദേഹം പോവുകയാണ്. എന്നിട്ട് അവിടെ നിൽക്കുന്ന പ്ലാന്റ്സ്, ഗാർഡൻ പീ പ്ലാന്റ്സ്, ഒരു ടോൾ പീ പ്ലാന്റിനെ ചൂസ് ചെയ്തു, ഒരു ഡോർഫ് പീ പ്ലാന്റിനെ ചൂസ് ചെയ്തു. നമുക്കറിയാം ഈ 2 പ്ലാന്റുകൾ, ഇദ്ദേഹത്തിന്റെ പൂന്തോട്ടത്തിൽ നിൽക്കുന്ന പ്ലാന്റുകളെല്ലാം എന്താണ്? ട്രൂ ബ്രീഡിംഗ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എന്ന് പറഞ്ഞാൽ നോർമലി ഈ പ്ലാന്റുകൾ എങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്? സെൽഫ് പോളിനേഷൻ വഴിയാണ്. ഒരു പ്ലാന്റ് എത്ര പ്രാവശ്യം സെൽഫ് പോളിനേഷൻ നടത്തിയിട്ടും അതിൽ നിന്നുണ്ടാകുന്ന ഓഫ്സ്പ്രിങ്സ് എല്ലാം പാരന്റിന്റെ തനി പാർട്ടാണെങ്കിൽ അത് നമ്മൾ പറയുന്ന പേരാണ് ട്രൂ ബ്രീഡിംഗ്. സോ ഇദ്ദേഹത്തിന്റെ പൂന്തോട്ടത്തിലുള്ള എല്ലാ ഗാർഡൻ പീ പ്ലാന്റ്സും എന്താണ്? ട്രൂ ബ്രീഡിംഗ് ആണ്. കാരണം അത് നടക്കുന്നത് സെൽഫ് പോളിനേഷൻ ആണ്. ക്രോസ് പോളിനേഷൻ നടന്നാൽ മാത്രമേ വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറുള്ള ഒരു ഓഫ്സ്പ്രിങ്ങിനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിവേ ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹത്തിന്റെ പൂന്തോട്ടത്തിൽ നിൽക്കുന്ന ഒരു ട്രൂ ബ്രീഡിംഗ് ടോൾ പീ പ്ലാന്റെയും ഒരു ട്രൂ ബ്രീഡിംഗ് ഡോർഫ് പീ പ്ലാന്റെയും ചൂസ് ചെയ്തു. സോ ഒരു ടോൾ പീ പ്ലാന്റ് അതിനെ ആരുമായിട്ട് ക്രോസ് ചെയ്യുന്നു? ഒരു ട്രൂ ബ്രീഡിംഗ് ഡോർഫ് പീ പ്ലാന്റുമായിട്ട് ക്രോസ് ചെയ്യുന്നു. ഓക്കെ, first he select a true breeding tall pea plant and a true breeding dwarf pea plant and then crossed these 2 plants. ഈ 2 പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നു? ക്രോസ് പോളിനേഷൻ നടത്തി. ക്രോസ് പോളിനേഷൻ നടത്തുന്ന നമുക്ക് എങ്ങനെയെന്ന് അറിയാം. ഫോർ എക്സാമ്പിൾ, ഇതിനെ എന്താക്കി വിചാരിക്കുന്നു? മെയിലായിട്ടും ഇതിനെ എന്താക്കി വിചാരിക്കുന്നു? ഫീമെയിൽ ആക്കി വിചാരിക്കുന്നു. ഫീമെയിൽ ആക്കി എടുക്കുന്ന പ്ലാന്റിനെ ഇമാസ്കുലേഷൻ നടത്തുന്നു, ആന്തർ കട്ട് ചെയ്യുന്നു. എന്നിട്ട് മെയിലാക്കി കൺസിഡർ ചെയ്ത പ്ലാന്റിന്റെ പോളൻസ് ഒരു ബ്രഷിൽ പതിപ്പിച്ച് ഈ ഡോർഫ് പീ പ്ലാന്റ് എന്തിൽ കൊണ്ട് സ്റ്റിഗ്മയിൽ കൊണ്ട് വീഴ്ത്തുന്നു. എന്നിട്ട് അതിനെ പോളിത്തീൻ ബാഗ് കൊണ്ട് കവർ ചെയ്യുന്നു. ആ ഫ്ലവറിനെ ബാഗിംഗ് എന്ന് പറയുന്നു. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്, ക്രോസ് പോളിനേഷൻ. സോ ഈ ട്രൂ ബ്രീഡിംഗ് ടോൾ പീ പ്ലാന്റിനെയും ഒരു ട്രൂ ബ്രീഡിംഗ് ഡോർഫ് പീ പ്ലാന്റിനെയും കൂടെ ക്രോസ് ചെയ്തപ്പോൾ മെന്റലിന് കിട്ടിയ ഓഫ്സ്പ്രിങ്സ്, ഇതിന്റെ ഈ ക്രോസ് പോളിനേഷൻ വഴി മെന്റലിന് കുറെ സീഡ്സ് കിട്ടി. പോളിനേഷൻ നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്നത് സീഡുകളാണല്ലോ, വിത്തുകളാണല്ലോ ഫെർട്ടിലൈസേഷൻ നടന്നുണ്ടാവുന്നത്. ആ സീഡുകളെ ഇദ്ദേഹം മുളപ്പിക്കുകയാണ്, ജെർമിനേറ്റ് ചെയ്യിപ്പിക്കുകയാണ് മെന്റൽ.
ഫോർ എക്സാമ്പിൾ ഒരു 100 സീഡ് കിട്ടിയെന്ന് വിചാരിക്കുക. ഒരു നമ്പർ പറയുന്നേ ഉള്ളൂ. ഒരു 100 സീഡ് കിട്ടി. 100 സീഡിനെയും മെന്റൽ ജെർമിനേറ്റ് ചെയ്തപ്പോൾ ഈ 100 സീഡും വളർന്ന് വലുതായപ്പോൾ 100 സീഡും വളർന്ന് വലുതായത് എന്തായിട്ടാണ്? ടോൾ പീ പ്ലാന്റ്. All plants, all offsprings were tall. എല്ലാം എന്തായിരുന്നു? ടോൾ. ഒരെണ്ണം പോലും എന്തില്ല? ഡോർഫ് ഇല്ല. ഒരു ട്രൂ ബ്രീഡിംഗ് ടോൾ പീ പ്ലാന്റിനെയും ഒരു ട്രൂ ബ്രീഡിംഗ് ഡോർഫ് പീ പ്ലാന്റിനെയും കൂടെ മെന്റൽ ക്രോസ് പോളിനേറ്റ് ചെയ്തപ്പോൾ മെന്റലിന് കിട്ടിയ ഓസ്പ്രിങ്സ് എല്ലാം എന്തായിരുന്നു? ടോൾ പീ പ്ലാന്റ് ആയിരുന്നു. ഒരെണ്ണം പോലും ഡോർഫ് ഇല്ലായിരുന്നു. ഈ ജനറേഷനെ മെന്റൽ വിളിച്ച പേരാണ് F1 ജനറേഷൻ. ഈ കിട്ടിയ ജനറേഷനെ മെന്റൽ വിളിച്ച പേരെന്താ? F1 ജനറേഷൻ. F1ന്റെ ഫുൾ ഫോം ഇങ്ങനെയാണ്: ഫസ്റ്റ് ഫിലിയൽ, FILIAL, ഒന്നാമത്തെ തലമുറ എന്നർത്ഥം. സോ മെന്റൽ എന്ത് ജനറേറ്റ് ചെയ്തു? F1 ജനറേഷൻ പ്രൊഡ്യൂസ് ചെയ്തു. സോ മെന്റലിന്റെ മോണോഹൈബ്രിഡ് ക്രോസിലെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഹി ക്രോസ് പോളിനേറ്റഡ് എ ട്രൂ ബ്രീഡിംഗ് ടോൾ പീ പ്ലാന്റ് വിത്ത് എ ട്രൂ ബ്രീഡിംഗ് ഡോർഫ് പീ പ്ലാന്റ് and thus he raised F1 generation, and he could observe that all the F1 plants were tall. ഒരു ട്രൂ ബ്രീഡിംഗ് ടോളിനെയും ഒരു ട്രൂ ബ്രീഡിംഗ് ഡോർഫിനെയും കൂടെ ക്രോസ് പോളിനേറ്റ് ചെയ്തപ്പോൾ മെന്റലിന് കിട്ടിയ ഓഫ്സ്പ്രിങ്സ് എല്ലാം, പ്ലാന്റ്സ് എല്ലാം ടോളായിരുന്നു. അതിനെ മെന്റൽ എന്തെന്ന് വിളിച്ചു? F1 ജനറേഷൻ എന്ന് വിളിച്ചു. ഇനിയാണ് നമ്മൾ നേരത്തെ പഠിച്ച ഡോമിനന്റ് റെസസീവ് എന്നതിലോട്ട് പോകുന്നത്. എന്താണ് ഡോമിനന്റ്? എന്താണ് റെസസീവ്? ഇത്രയേ ഉള്ളൂ. ഒരു ക്യാരക്ടറിൽ F1ൽ പ്രകടമാകുന്ന ക്യാരക്ടർ ഏതോ, F1ൽ പ്രകടമാകുന്ന ഓൾട്ടർനേറ്റീവ് ഫോം ഏതാണോ അതിന് ഡോമിനന്റ് ക്യാരക്ടർ എന്നും, F1ൽ കിട്ടാതെ ഒളിഞ്ഞിരിക്കുന്ന ക്യാരക്ടർ ഏതോ അതിന് എന്തെന്ന് വിളിക്കും? റെസസീവ് എന്നും പറയും. The character which is expressed in the F1 generation is called as dominant character, and the character which remains hidden, ഒളിഞ്ഞിരിക്കുന്ന ക്യാരക്ടർ ഏതോ അത് നമ്മൾ എന്ത് വിളിക്കും? റെസസീവ് ക്യാരക്ടർ. The character which is expressed in the F1 generation is called as dominant character, and the character which remains hidden in the F1 generation is called as recessive character. So in the case of plant height, tall is the dominant character and dwarf is the recessive character. ട്രൂ ബ്രീഡിംഗ് ടോളിനെയും ട്രൂ ബ്രീഡിംഗ് ഡോർഫിനെയും കൂടെ ക്രോസ് ചെയ്തപ്പോൾ മെന്റലിന് കിട്ടിയ F1ൽ കിട്ടിയത് എല്ലാം ടോളായിരുന്നു. നമുക്ക് പറയാം ടോൾ എന്ന് പറയുന്നത് പ്ലാന്റിന്റെ ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടറിൽ ഡോമിനന്റ് ആണ്. ഡോർഫ് എന്ന് പറയുന്നത് എന്താണ്? റെസസീവ് ആണ്. ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി വെരി ക്ലിയർ ടു ഓൾ ഓഫ് യു. അതുപോലെ വേറൊരു ക്യാരക്ടർ എടുക്കാം നമുക്ക്. സീഡ് ഷേപ്പ്. സീഡ് ഷേപ്പിൽ ഡോമിനന്റ് എന്ന് പറയുന്നത് റൗണ്ടും റെസസീവ് എന്ന് പറയുന്നത് റിങ്കിൾഡും ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ അത് എങ്ങനെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? ഇതുപോലെ നമുക്ക് പറയാം. മെന്റൽ എന്ത് ചെയ്തു? ട്രൂ ബ്രീഡിംഗ് ആയിട്ടുള്ള റൗണ്ട് സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഗാർഡൻ പീ പ്ലാന്റിനെയും ട്രൂ ബ്രീഡിംഗ് ആയിട്ടുള്ള റിങ്കിൾഡ് സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഗാർഡൻ പീ പ്ലാന്റ്സിനും കൂടെ ക്രോസ് പോളിനേറ്റ് ചെയ്തു. അപ്പൊ മെന്റലിന് F1ൽ കിട്ടിയ സീഡ്സ് എല്ലാം എന്തായിരുന്നു? റൗണ്ട് ആയിരുന്നു. റൗണ്ട് ഷേപ്ഡ് സീഡ്സ് ആയിരുന്നു. ഒരെണ്ണം പോലും റിങ്കിൾഡ് സീഡ് കിട്ടിയില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു സീഡ് ഷേപ്പ് എന്ന് പറയുന്ന ക്യാരക്ടറിൽ റൗണ്ട് ഡോമിനന്റും റിങ്കിൾഡ് എന്ന് പറയുന്നത് റെസസീവ്. വേറൊരു കേസിൽ ഫ്ലവർ കളർ നമ്മൾ പഠിച്ചു. ഫ്ലവർ കളറില് വയലറ്റ് എന്ന് പറയുന്നത് ഡോമിനന്റും വൈറ്റ് എന്ന് പറയുന്നത് റെസസീവ് ആണെന്ന് പറഞ്ഞു. അത് ഇത്ര ചെയ്തത് മെന്റൽ ഇന്നാ ചെയ്തത് ട്രൂ ബ്രീഡിംഗ് ആയിട്ടുള്ള വയലറ്റ് ഫ്ലവേർഡ് ഉള്ള ഒരു ഗാർഡൻ പീ പ്ലാന്റിനെയും ട്രൂ ബ്രീഡിംഗ് ആയിട്ടുള്ള വൈറ്റ് ഫ്ലവർ ഉള്ള ഗാർഡൻ പീ പ്ലാന്റിനെയും നമ്മൾ ക്രോസ് പോളിനേറ്റ് ചെയ്തപ്പോൾ മെന്റലിന് കിട്ടിയ F1 പ്ലാന്റ്സ് എല്ലാം, F1 ഓഫ്സ്പ്രിംഗ് പ്ലാന്റ്സ് എല്ലാം എന്തായിരുന്നു? വയലറ്റ് ഫ്ലവറോട് കൂടിയ ഗാർഡൻ പീ പ്ലാന്റ് ആയിരുന്നു. അപ്പൊ നമുക്ക് പറയാം ഫ്ലവർ കളറിൽ വയലറ്റ് ഡോമിനന്റ്, വൈറ്റ് റെസസീവ്. ഓക്കെ. സോ മെന്റൽ ഇവിടെ പ്ലാന്റ് ഹൈറ്റിൽ ട്രൂ ബ്രീഡിംഗ് ടോളിനെയും ട്രൂ ബ്രീഡിംഗ് ഡോർഫിനെയും കൂടെ ക്രോസ് പോളിനേറ്റ് ചെയ്തപ്പോൾ മെന്റലിന് കിട്ടിയത് F1ൽ കിട്ടിയത് എല്ലാം ടോള്. ആ ടോളാണ് ഡോമിനന്റ് ക്യാരക്ടർ. ഡോർഫ് F1ൽ കിട്ടാതിരുന്ന ക്യാരക്ടറായ ഡോർഫ് പ്ലാന്റ് ഹൈറ്റിന്റെ റെസസീവ് ഫോം ആണ്. ഓക്കെ. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിലോട്ട് പോകാം. രണ്ടാമത്തെ സ്റ്റെപ്പിൽ മെന്റൽ ചെയ്തത്
ഈ F1 കിട്ടിയ പ്ലാന്റ്സിനെ സെൽഫ് പോളിനേഷൻ വിധേയമാക്കി. ഇതിനെ എന്തിനു വിധേയമാക്കി? സെൽഫിംഗ്. സെൽഫിംഗ് ഓഫ് F1. F1 സെൽഫ് ചെയ്തു, സെൽഫ് പോളിനേഷൻ നടത്തി. നോർമലി ഗാർഡൻ പീ പ്ലാന്റ് എന്താ നടക്കുന്നത്? സെൽഫ് പോളിനേഷൻ ആണ് നമ്മൾ പഠിച്ചത്. നോർമലി ഗാർഡൻ പീ പ്ലാന്റ് സെൽഫ് പോളിനേഷൻ നടക്കത്തുള്ളൂ. മനുഷ്യൻ വിചാരിച്ചാൽ നമ്മുടെ മാനിപ്പുലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ ക്രോസ് പോളിനേഷൻ നടത്താൻ പറ്റത്തുള്ളൂ. അപ്പൊ മെന്റലിന് F1 കിട്ടിയ ഈ ടോൾ പീ പ്ലാന്റിനെ മെന്റൽ സെൽഫ് പോളിനേഷൻ അനുവദിക്കുകയാണ്. അതൊന്നും നടത്തണ്ട, ആൾറെഡി അതിനെ വെറുതെ വിട്ടാൽ മതി. അതിൽ എന്ത് നടന്നോളും? റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി എത്തുമ്പോൾ എന്ത് നടന്നോളും? സെൽഫ് പോളിനേഷൻ നടന്നോളും. അപ്പൊ സെൽഫ് പോളിനേഷൻ ഉണ്ട് സമയം അനുവദിക്കുകയാണ് മെന്റൽ. അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതുകയാണ്, സെൽഫിംഗ് എന്ന് പറയുമ്പോൾ ടോൾ ഇൻറ്റു ടോ എന്ന് ഞാൻ എഴുതുകയാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് പ്ലാന്റ് ഇല്ല, ക്രോസ് പോളിനേഷൻ അല്ല, മനസ്സിലാക്കുക. ഇതൊരൊറ്റ പ്ലാന്റ് ആണ്, അതിൽ വലിയ ഒരൊറ്റ ഫ്ലവർ ആണ്. ഈ കിട്ടിയ ടോളിനെ സെൽഫ് എന്ന് പറഞ്ഞാൽ അതിനോട് തന്നെ. ഓക്കെ, അതായത് ഈ ടോൾ പീ പ്ലാന്റിന്റെ ബൈസെക്ഷൽ പ്ലാന്റ് ആണല്ലോ, ബൈസെക്ഷൽ ഫ്ലവർ ആണല്ലോ, അതിന്റെ ഒരു ഫ്ലവറിലുള്ള ആന്തറിലുള്ള പോളൻസ് അതേ ഫ്ലവറിന്റെ എന്തിൽ വന്ന് വീഴുകയാണ്? സ്റ്റിഗ്മയിൽ വന്ന് വീഴുകയാണ്. അപ്പൊ ഇത് ആന്തറായിട്ടും ഇത് സ്റ്റിഗ്മയായിട്ടും വിചാരിച്ചാൽ മതി. ഒരൊറ്റ ഫ്ലവർ ആണ്, ഒരൊറ്റ പ്ലാന്റ് ആണ്. ഓക്കെ, അങ്ങനെ അതിനെ സെൽഫ് പോളിനേഷൻ നടത്തിയപ്പോൾ മെന്റലിന് കിട്ടിയ ഓഫ്സ്പ്രിങ്സ് ഇങ്ങനെയായിരുന്നു. അവിടെ ടോളും കിട്ടി, എന്തും കിട്ടി? ഡോർഫും കിട്ടി. സോ മെന്റൽ F1 ആയ ടോൾ പീ F1 കിട്ടിയ ടോൾ പീ പ്ലാന്റ്സിനെ സെൽഫ് പോളിനേഷന് വിധേയമാക്കിയപ്പോൾ മെന്റലിന് കിട്ടിയ ജനറേഷന് മെന്റൽ ഒരു പേര് കൊടുക്കുന്നു, F2 ജനറേഷൻ, സെക്കൻഡ് ഫിലിയൽ ജനറേഷൻ. ഇതിനെ വിളിച്ച പേര് F1 ജനറേഷൻ, ഇതിനെ വിളിക്കുന്ന പേര് F2. സോ F1 സെൽഫിംഗ് നടത്തി മെന്റൽ F2 ജനറേറ്റ് ചെയ്തപ്പോൾ F2 കിട്ടിയ ഓഫ്സ്പ്രിങ്സ് ടോളും ഉണ്ടായിരുന്നു, ഡോർഫും ഉണ്ടായിരുന്നു. F1 എല്ലാം ടോൾ ആയിരുന്നു, ഒരെണ്ണം പോലും ഡോർഫ് കിട്ടിയില്ല. ആ F1 കിട്ടാതെ ഒളിഞ്ഞിരുന്ന ക്യാരക്ടറായ ഡോർഫ് എവിടെ പ്രകടമായി? F2 പ്രകടമായി. F1 കിട്ടിയ ടോളും F1 കിട്ടാതിരുന്ന ഡോർഫും എവിടെ കിട്ടി? രണ്ടും എവിടെ എക്സ്പ്രസ് ആയി? F2 എക്സ്പ്രസ് ആയി. പക്ഷേ ഇവിടെ ഒരു ഒബ്സർവേഷൻ, ഒരു ഐഡിയ ഇദ്ദേഹത്തിന് കൺക്ലൂഡ് ചെയ്യാൻ കഴിഞ്ഞു. ഈ കിട്ടിയ F2 കിട്ടിയ ഓഫ്സ്പ്രിങ്സ് ടോളും ഡോർഫും പീ പ്ലാന്റ്സ് കൂടുതലും എന്താണ്? ടോളാണ്. F2 എന്താണ്? കൂടുതൽ ടോളാണ്. ഡോർഫ് വളരെ കുറച്ചേ കിട്ടിയുള്ളൂ. അതായത് അവർ തമ്മിലുള്ള ഒരു അനുപാതം. എക്സാമ്പിൾ, ഒരു 100 പ്ലാന്റ് ആണ് കിട്ടിയെന്ന് വിചാരിക്കുക. ഈ F1 സെൽഫ് ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന് ഒരു 100 സീഡ് കിട്ടി. ആ 100 സീഡിനെയും ജെർമിനേറ്റ് ചെയ്ത് വളർത്തി വലുതാക്കിയപ്പോൾ ആ 100 ഗാർഡൻ പീ പ്ലാന്റ്സും വളർന്ന് വലുതായപ്പോൾ അതിൽ ഏകദേശം 75 എണ്ണം ടോളായിട്ടും ഏകദേശം 25 എണ്ണം എന്തായിട്ടും ഡോർഫായിട്ടും കാണാൻ കഴിയും. ഏകദേശം ഒരു കണക്കാണ് പറയുന്നത്, ഒരു ആവറേജ്, ഒരു അപ്രോക്സിമേഷൻ. അതായത് ഇവർ തമ്മിൽ ഒരു അനുപാതമുണ്ട്. എന്ത് അനുപാതം? 3:1. 3:1 എന്ന് പറയുന്ന റേഷ്യോയിലാണ് F2 ടോളും ഡോർഫും എക്സ്പ്രസ് ആയത്. സോ ഇൻ ദ F2 generation, Mendel could observe both the tall and the dwarf plants were appear in the ratio 3:1. സോ ഇതാണ് രണ്ട് മോണോഹൈബ്രിഡ് ക്രോസിന്റെ രണ്ട് സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത് മെന്റലിന്റെ. ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് തുടക്കമേ ആയിട്ടുള്ളൂ. ഇതിനെ ഇനി പല രീതിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്തത്? അദ്ദേഹം ഒരു ക്യാരക്ടർ ചൂസ് ചെയ്തു. ഗാർഡൻ പീ പ്ലാന്റ് പ്ലാന്റ് ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ വെച്ചുകൊണ്ട് അതേ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തത്. നമുക്കറിയാം പ്ലാന്റ് ഹൈറ്റിലെ രണ്ട് ഓൾട്ടർനേറ്റീവ് ഫോംസ് ഉണ്ട്, ടോളും ഡോർഫും. ഫസ്റ്റ് സ്റ്റെപ്പിൽ മെന്റൽ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ പൂന്തോട്ടത്തിൽ നിൽക്കുന്ന ഒരു ട്രൂ ബ്രീഡിംഗ് ടോൾ പീ പ്ലാന്റിനെയും ഒരു ട്രൂ ബ്രീഡിംഗ് ഡോർഫ് പീ പ്ലാന്റിനെയും കൂടെ എന്ത് ചെയ്തു? ക്രോസ് പോളിനേറ്റ് ചെയ്തു. ക്രോസ് പോളിനേറ്റ് ചെയ്ത് അദ്ദേഹത്തിന് കിട്ടിയ ജനറേഷൻ അദ്ദേഹം വിളിച്ച പേരാണ് F1 ജനറേഷൻ. അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു ആ F1 ജനറേഷനിലുള്ള എല്ലാ ഓഫ്സ്പ്രിങ്സും എന്തായിരുന്നു? ടോൾ. ഓൾ ഓഫ്സ്പ്രിങ്സ് വെയർ ടോൾ. എല്ലാം ടോൾ, ഒരെണ്ണം പോലും ഡോർഫ് ഇല്ല. അപ്പൊ ആ കിട്ടിയ ടോൾ പീ പ്ലാന്റ് ടോളിനെ അദ്ദേഹം പറഞ്ഞു പ്ലാന്റ് ഹൈറ്റിലെ ഡോമിനന്റ് ക്യാരക്ടർ, കിട്ടാതിരുന്ന ഡോർഫ് എന്ന് പറയുന്നത് എന്താണ്? റെസസീവ്.
The character which is expressed in the F1 generation is called as dominant character, and the character which remains hidden in the F1 generation is called as recessive character. F1 ൽ പ്രകടമാകുന്നത് ഏതോ അത് ഡോമിനന്റ്, F1 ൽ കിട്ടാതെ ഒളിഞ്ഞിരിക്കുന്നത് ഏതോ അതെന്ത് റെസസീവ്. ഇനി അതേ അടുത്ത സ്റ്റെപ്പിൽ ഈ F1 നെ എന്ത് വിധേയമാക്കി? സെൽഫ് പോളിനേഷന് വിധേയമാക്കി. മെന്റൽ F1 നെ സെൽഫ് പോളിനേഷന് വിധേയമാക്കി കിട്ടിയ ജനറേഷനെ മെന്റൽ വിളിച്ച പേരാണ് F2 ജനറേഷൻ, സെക്കൻഡ് ഫിലിയൽ ജനറേഷൻ. ആ F1 ൽ കിട്ടിയ ടോൾ പീ പ്ലാന്റ്സിനെ മെന്റൽ സെൽഫിങ്ങിന് വിധേയമാക്കിയപ്പോൾ മെന്റലിന് F2 ൽ ടോളും കിട്ടി, F1 ൽ കിട്ടാതിരുന്ന ഡോർഫും കിട്ടി. ബട്ട് ഇൻ ദ റേഷ്യോ 3:1. 3:1 എന്ന് പറയുന്ന റേഷ്യോയിലാണ് ടോളും ഡോർഫും പ്രകടമായത്. ടോളാണ് കൂടുതൽ കിട്ടിയത്, വളരെ കുറഞ്ഞ നമ്പറാണ് എന്ത് കിട്ടിയത്? ഡോർഫ് കിട്ടിയത്. ഇതായിരുന്നു മെന്റലിന്റെ മോണോ ഹൈബ്രിഡ് ക്രോസിന്റെ പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിനെ കൂടുതലായിട്ട് ജനറ്റിക്സ് പരമായി ഇതിനെ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. നോക്കാം, നമ്മൾ ഒന്നുകൂടെ ഞാൻ എഴുതുന്നു. ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്തേ? ഒരു ട്രൂ ബ്രീഡിംഗ് ടോളിനെയും ഒരു ട്രൂ ബ്രീഡിംഗ് ഡോർഫിനെയും കൂടെ ക്രോസ് ചെയ്തു. ക്രോസ് ചെയ്തപ്പോൾ മെന്റലിന് F1 ൽ കിട്ടിയത് എല്ലാം ടോളാണ്. F1 ജനറേഷൻ എല്ലാം ടോളാണ് ആണല്ലോ. ഇനി ഇദ്ദേഹം എന്ത് ചെയ്തു? സെൽഫിംഗ് നടത്തി. സെൽഫിംഗ് നടത്തിയപ്പോൾ എന്ത് കിട്ടി? ഈ ടോളിനെ സെൽഫിംഗ് നടത്തിയപ്പോൾ എന്ത് കിട്ടി? ടോളും കിട്ടി, ഡോർഫും കിട്ടി. ഇൻ ദ റേഷ്യോ 3:1 നമ്മൾ പഠിച്ചതാണ്, ശ്രദ്ധിച്ചേക്കുക. ഇങ്ങനെ രണ്ട് വേർഡുകൾ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഫീനോടൈപ്പും ജീനോടൈപ്പും. എന്താ ഫീനോടൈപ്പ് എന്ന് പറയുന്നത്? ദ ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ് ഓഫ് ആൻ ഓർഗാനിസം ഈസ് കോൾഡ് ഫീനോടൈപ്പ്. ഒരു ഓർഗാനിസത്തിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയുന്ന, നോക്കി മനസ്സിലാക്കാൻ കഴിയുന്ന ക്യാരക്ടേഴ്സിനെ, ഒബ്സർവബിൾ ഫീച്ചേഴ്സ് ഓഫ് ആൻ ഓർഗാനിസംസ് ആർ കോൾഡ് ആസ് ഫീനോടൈപ്സ്. ഫോർ എക്സാമ്പിൾ, പ്ലാന്റിന്റെ ഒരു ഗാഡ പീ പ്ലാന്റ്, ടോൾ പീ പ്ലാന്റ്, ഡോർഫ് പീ പ്ലാന്റ്, റൗണ്ട് സീഡ് ഷേപ്പ്, റിങ്കിൾഡ് സീഡ് ഷേപ്പ്, വയലറ്റ് ഫ്ലവർ എന്നൊക്കെ പറയുന്നത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നല്ലേ. ഈ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ക്യാരക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഫീനോടൈപ്പ്. നമുക്കറിയാം, നമ്മുടെ എല്ലാ സ്വഭാവങ്ങൾക്കും കാരണം ജീനുകളാണ് അല്ലെ. നമ്മുടെ ക്രോമസോമിനകത്തിരിക്കുന്ന DNA-ക്കകത്തിരിക്കുന്ന ജീനുകളാണ്. ഈ ജീൻസ് ഏതവസ്ഥയിലാണ്? ജീനുകളുടെ ഒരു പർട്ടിക്കുലർ ഫീനോടൈപ്പ്, ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിന് കാരണമായ ജീൻസിന്റെ സ്റ്റേജിന് പറയുന്ന പേരാണ് ജീനോടൈപ്പ്. ഫീനോടൈപ്പിന് കാരണമായ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷന് പറയുന്ന പേരാണ് ജീനോടൈപ്പ്. സോ ഫീനോടൈപ്പ് മീൻസ് ഒബ്സർവബിൾ or identifiable characters of an organism. ഒരു ഓർഗാനിസത്തിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയുന്ന, മെഷർ ചെയ്യാൻ കഴിയുന്ന ക്യാരക്ടേഴ്സിന് പറയുന്ന പേരാണ് ഫീനോടൈപ്പ്. നമ്മുടെ ബോഡി കളർ, സ്കിൻ കളർ, ഹൈറ്റ്, ഹെയർ കളർ, സൗണ്ടിന്റെ പിച്ച്, ഇതൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയുന്നതാണ്, മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഈ ക്യാരക്ടേഴ്സിന് പറയുന്ന പേരാണ് ഫീനോടൈപ്പ്. എന്നാൽ ഈ ഫീനോടൈപ്പിന് കാരണമായ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ ഫീനോടൈപ്പ് ഈസ് കോൾഡ് ജീനോടൈപ്പ്. ഒരു പർട്ടിക്കുലർ ഫീനോടൈപ്പിന് കാരണമായ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ, ജീൻസിന്റെ സ്റ്റേറ്റ്, അതിന് പറയുന്ന പേരാണ് ജീനോടൈപ്പ്. സോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, നോക്കുക. സോ മെന്റൽ ചിന്തിക്കുന്നത്, സോ മെന്റലിന്റെ ഒബ്സർവേഷനിലോട്ട് വരാം. മെന്റൽ ഒരു ട്രൂ ബ്രീഡിംഗ് ടോളിനെയും ഒരു ട്രൂ ബ്രീഡിംഗ് ഡോർഫിനെയും കൂടെ ക്രോസ് ചെയ്തപ്പോൾ മെന്റലിന് F1 കിട്ടിയത് എല്ലാം എന്താണ്? ടോളാണ്. മെന്റൽ പറയുന്നത് എങ്ങനെയാണ്? ഒരു ഓർഗാനിസത്തിൽ അതിന്റെ സ്വഭാവങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, ശ്രദ്ധിച്ചേക്ക പോയി മെന്റൽ പറയുന്നതാണ്, മെന്റലിന്റെ ഒബ്സർവേഷൻ ഇതാണ്. ഈ ഭൂമിയിലുള്ള ഏതൊരു ഓർഗാനിസത്തിലും അതിന്റെ സ്വഭാവങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ആ ഓർഗാനിസത്തിൽ ചില യൂണിറ്റുകളുണ്ട്. ആ യൂണിറ്റുകളെ മെന്റൽ വിളിച്ച പേരാണ് ഫാക്ടേഴ്സ്. So according to Mendel, in every organism, characters are controlled by some units called factors. ഏതൊരു ഓർഗാനിസത്തിലും അതിന്റെ സ്വഭാവങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ചില യൂണിറ്റുകളുണ്ട്. ആ യൂണിറ്റുകൾക്ക് പറയുന്ന പേരാണ് ഫാക്ടേഴ്സ്.
അപ്പൊ ഇനി മെന്റൽ പറയുന്നത് ഇനി ഇതിന്റെ ഫാക്ടേഴ്സ് എങ്ങനെയാണ്, ഈ ഡോർഫിന്റെ ഫാക്ടർ എങ്ങനെയാണ്, ഈ എഫർട്ടിന്റെ ടോളിന്റെ ഫാക്ടർ, ഇതിന്റെ ഓരോന്നിന്റെ ഫാക്ടറുകൾ എങ്ങനെയാണെന്ന് മെന്റൽ റെപ്രസെന്റ് ചെയ്യാൻ പോവുകയാണ്. സോ അതിനുവേണ്ടി മെന്റൽ ചിന്തിക്കുന്നു നോക്കുക. ഒരു ട്രൂ ബ്രീഡിംഗ് ടോളിനെയും ഒരു ട്രൂ ബ്രീഡിംഗ് ഡോർഫിനെയും കൂടെ ക്രോസ് ചെയ്തപ്പോൾ മെന്റലിന് കിട്ടിയത് എല്ലാം ടോൾ. ടോളിനെയും ഡോർഫിനെയും കൂടെ ക്രോസ് ചെയ്തപ്പോൾ കിട്ടിയത് എല്ലാം ടോൾ, ഒരെണ്ണം പോലും ഡോർഫില്ലായിരുന്നു. അപ്പൊ മെന്റൽ ചിന്തിക്കുകയാണ് ഈ ഡോർഫിന് അപ്പൊ എന്ത് സംഭവിച്ചു, ഈ ഡോർഫിന്റെ ഫാക്ടർ എന്താ ചെയ്തേ. ഇതിലും ഈ ഡോർഫ് എന്ന് പറയുന്ന പ്ലാന്റിൽ ഡോർഫിന് കാരണമായ ഒരു ഫാക്ടർ ഉണ്ട്, ടോളിന് കാരണമായ ഫാക്ടർ ഉണ്ട്. അതിന് രണ്ടിനെയും കൂടെ ക്രോസ് ചെയ്തപ്പോൾ കിട്ടിയ ടോള് ഫുള്ള് ടോളാണ്, ഒരെണ്ണം പോലും ഡോർഫില്ല. അപ്പൊ ഈ ഡോർഫിന്റെ ഫാക്ടർ എന്ത് സംഭവിച്ചു, ഡോർഫിന്റെ ഫാക്ടർ ഇതിലോട്ട് വന്നില്ലേ. ഈ ഡോർഫില് ഇതിന്റെ സ്വഭാവത്തിന് കാരണമായ ആ ജീൻ എന്ന് വിളിക്കാം നമുക്ക്. മെന്റൽ വിളിച്ച പേര് ഫാക്ടർ, ഇന്നത് വിളിക്കുന്ന പേര് ജീനുകളാണെന്നാണ്. ഓക്കെ, ആ ജീൻ ഇതിലോട്ട് വന്നില്ലേ എന്ന് മെന്റൽ ഡൗട്ട് അടിക്കുകയാണ്. ഇനി മെന്റൽ അതിന് എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ വേണ്ടിയാണ് മെന്റൽ അതിന് എന്ത് ചെയ്തത്, സെൽഫ് ചെയ്തത്. ഈ ടോളിനെ മെന്റൽ സെൽഫ് ചെയ്തപ്പോൾ F2-ൽ മെന്റലിന് ടോളും കിട്ടി, ഡോർഫും കിട്ടി. F1-ൽ കിട്ടിയ ടോളും F1-ൽ കിട്ടാതിരുന്ന ഡോർഫും F2-ൽ കിട്ടി. അപ്പൊ മെന്റൽ ഉറപ്പിച്ചു ഈ ടോളിന്റെ ഫാക്ടറും ഉണ്ട്, ഡോർഫിന്റെ ഫാക്ടർ, രണ്ടിന്റെ ഫാക്ടർ ഇതിലുണ്ട്. ഇവിടെ പ്രകടമായില്ല, ഇവിടെ എത്തിയപ്പോൾ അത് എന്ത് ചെയ്തു, പ്രകടമായി. ടോളും ഡോർഫും സെപ്പറേറ്റ് ആയിട്ട് കിട്ടി. ക്ലിയർ ആയി പറഞ്ഞ പോയിന്റ്. അപ്പൊ ഈ ടോളിൽ മെന്റൽ പറയുകയാണ് അങ്ങനെയെങ്കിൽ ഈ ടോളിന്റെ ഒരു ഫാക്ടറും ഉണ്ട്, ഡോർഫിന് കാരണമായ ഒരു ഫാക്ടറും ഉണ്ട്. അതായത് മെന്റൽ പറയുന്നു ഏതൊരു ഓർഗാനിസത്തിലും അതിന്റെ സ്വഭാവങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ചില യൂണിറ്റുകളുണ്ട്, ആ യൂണിറ്റുകളാണ് ഫാക്ടർ. ഈ ഫാക്ടർ എപ്പോഴും പെയറായിട്ടാണ് നിൽക്കുന്നത്. ഏതൊരു ഓർഗാനിസത്തിലും ഒരു സ്വഭാവത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി രണ്ട് ഫാക്ടർ ഉണ്ട്. ഇന്നത്തെ ആ ഒരു മോഡേൺ ജെനറ്റിക്സിൽ പറഞ്ഞ രണ്ട് ജീനുകളുണ്ട്. ഏതൊരു സ്വഭാവത്തെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടി രണ്ട് ഫാക്ടറുകളുണ്ട്, അല്ലെങ്കിൽ രണ്ട് ജീനുകളുണ്ട്. അപ്പൊ ഈ ടോളിൽ രണ്ട് ഫാക്ടർ ഉണ്ട്. അതിനെ ഇങ്ങനെയാണ് മെന്റൽ റെപ്രസെന്റ് ചെയ്തേ, ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇങ്ങനെ റെപ്രസെന്റ് ചെയ്ത് ക്യാപിറ്റൽ ടി സ്മോൾ ടി. ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് ടോളിന്റെ ഫാക്ടർ, സ്മോൾ ടി എന്ന് പറയുന്നത് ഡോർഫിന്റെ ഫാക്ടർ. ഇദ്ദേഹം ആ ലെറ്റർ കൊടുത്തത് എങ്ങനെയെന്ന് ചോദിച്ചാല് ഒരു ക്യാരക്ടറിന്റെ ഡോമിനന്റ് ഫോമിന്റെ ലെറ്റർ എന്ന് പറയുന്നത് അതിന്റെ ഫസ്റ്റ് ലെറ്ററിന്റെ ക്യാപിറ്റൽ ലെറ്റർ. ഫോർ എക്സാമ്പിൾ പ്ലാന്റ് ഹൈറ്റിൽ ടോൾ ഡോമിനന്റ് ആണല്ലോ, അതിന്റെ ഫസ്റ്റ് ലെറ്ററിന്റെ ക്യാപിറ്റൽ ലെറ്റർ ആണ് അതിന് കൊടുക്കുന്നത്, അതിന്റെ ഫാക്ടറിന് കൊടുക്കുന്നത്. അതിന്റെ സ്മോൾ ലെറ്റർ ആയിരിക്കണം റെസസീവ് ഫോമിൽ കൊടുക്കുക. അപ്പൊ ഡോർഫിന് സ്മോൾ ടി കൊടുക്കും. ഫോർ എക്സാമ്പിൾ സീഡ് ഷേപ്പിലാണെങ്കിൽ നമുക്കറിയാം റൗണ്ട് റിംഗിൾഡ് ആണ്, റൗണ്ട് റിംഗിൾഡ് സീഡ് ഷേപ്പിൽ. അല്ലെങ്കിൽ റൗണ്ട് നമുക്കറിയാം ഡോമിനന്റ് ആണ്, റിംഗിൾഡ് റെസസീവ് ആണ്. അപ്പൊ റൗണ്ടിന് എങ്ങനെ കൊടുക്കും, റൗണ്ടിന്റെ ഫാക്ടറിന് ക്യാപിറ്റൽ ആർ, റിംഗിളിന് എന്ത് കൊടുക്കും, സ്മോൾ ആർ. ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. റൗണ്ടിന് ക്യാപിറ്റൽ ആർ എന്നും റിംഗിളിന് സ്മോൾ ആർ എന്നും റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ ഒരു ക്യാരക്ടറിന്റെ ഡോമിനന്റ് ഫോമിന്റെ ഫസ്റ്റ് ലെറ്ററിന്റെ ക്യാപിറ്റൽ ലെറ്റർ ആണ് അതിന് കൊടുക്കുന്നത്, അതിന്റെ സ്മോൾ ലെറ്റർ ആണ് അതിന്റെ റെസസീവ് ഫോമിന് കൊടുക്കുന്നത്. അപ്പൊ ടോളിന്റെ ഫാക്ടർ ക്യാപിറ്റൽ ടി, ഡോർഫിന്റെ ഫാക്ടർ സ്മോൾ ടി. ഇനി അങ്ങനെയെങ്കിൽ ഇതിന്റെ ജീനോടൈപ്പ് എന്താണ്? അപ്പൊ ഞാൻ എഴുതിയിരിക്കുന്ന ഈ ടോൾ എന്ന് പറയുന്നത് ഫീനോടൈപ്പ്, ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുന്നത് എന്താണ്, ജീനോടൈപ്പ് ആണ്, അതിന്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതിന്റെ ജീനോടൈപ്പ് എന്താ? ഈ എഴുതിയിരിക്കുന്നത് എന്താണ്, ഫീനോടൈപ്പ് ആണ്. ഈ ടോൾ എന്ന ഡോർഫ് എന്ന് പറയുന്നത് ഫീനോടൈപ്പ് ആണ്. എങ്കിൽ അതിന്റെ ജീനോടൈപ്പ് എങ്ങനെ എഴുതാം, ജീനോടൈപ്പ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഈ ടോളിന്റെ ജീനോടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഏതൊരു ഓർഗാനിസത്തിലും ഒരു സ്വഭാവത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു ജോഡി യൂണിറ്റുകളുണ്ട്, ഒരു ജോഡി ഫാക്ടേഴ്സ് ഉണ്ട്, രണ്ട് ഫാക്ടർ ഉണ്ട്. ഇതിലുള്ള രണ്ട് ഫാക്ടറും എന്താണ്, ക്യാപിറ്റൽ ടി ആണ്. കാരണം ഇത് നമ്മൾക്കറിയാം ട്രൂ ബ്രീഡിംഗ് ആണ്. ഇതിനെ എത്ര പ്രാവശ്യം സെൽഫ് ചെയ്താലും ഇതിന് എന്തേ കിട്ടത്തുള്ളൂ, ടോളേ കിട്ടത്തുള്ളൂ. അതിന്റെ അർത്ഥം അതിൽ ടോളിന്റെ ഫാക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. ഡോർഫിന്റെ ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെ സെൽഫ് ചെയ്യുമ്പോൾ ടോളും ഡോർഫും കിട്ടണമായിരുന്നു. ഇത് നമ്മൾ ട്രൂ ബ്രീഡിംഗ് തുടക്കത്തിൽ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇത് എത്ര പ്രാവശ്യം സെൽഫ് പോളിനേഷൻ നടത്തിയാലും ഇതിന് ടോളേ കിട്ടുന്നുള്ളൂ. അതിന്റെ അർത്ഥം അതിലുള്ള രണ്ട് ഫാക്ടറും ടോളിന്റേതാണ്. അതുപോലെ ഇത് ട്രൂ ബ്രീഡിംഗ് ആണ്, അപ്പൊ ഇതിലുള്ള രണ്ട് ഫാക്ടറും ഡോർഫിന്റേതാണ്, സ്മോൾ ടി ആണ്. ക്ലിയർ ആയി പറഞ്ഞു പോയിന്റ്. സോ ഇങ്ങനെയാണ് നമ്മൾ ജീനോടൈപ്പുകൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് എത്തിയ പോയിന്റ് നമ്മൾ ഇത്രയേ ഉള്ളൂ, ഫീനോടൈപ്പ്, ജീനോടൈപ്പ്. ഒരു ഓർഗാനിസത്തിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയുന്ന ക്യാരക്ടേഴ്സിനെ പറയുന്ന പേര്, മെഷർ ചെയ്യാൻ കഴിയുന്ന, മനസ്സിലാക്കാൻ കഴിയുന്ന ക്യാരക്ടേഴ്സിനെ പറയുന്ന പേര് ഫീനോടൈപ്പ്. ആ ഫീനോടൈപ്പിന് കാരണമായ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന പേരാണ് ജീനോടൈപ്പ്. The observable characters in an organism are called phenotypes.
and the genetic constitution of a phenotype is called its genotype. നമുക്കറിയാം, according to Mendel, in every organism characters are controlled by some units called factors, and these factors occur in pairs. ഏതൊരു ഓർഗാനിസത്തിലും അതിന്റെ സ്വഭാവങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ചില യൂണിറ്റുകളുണ്ട്. ആ യൂണിറ്റുകൾ വിളിക്കുന്നവരാണ് ഫാക്ടേഴ്സ്. Nowadays these factors are called as genes. ഇന്ന് ആ ഫാക്ടേഴ്സ് അറിയപ്പെടുന്നവര് ജീൻസ് എന്നാണ്. അദ്ദേഹം പറയുന്നു, അതിനോടൊപ്പം ഈ ഏതൊരു ഓർഗാനിസത്തിനും ഒരു സ്വഭാവത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള ഫാക്ടറുകൾ ജോഡികളായിട്ടാണ് നിൽക്കുന്നത്. ഫാക്ടേഴ്സ് occur in pairs. സോ F1 കിട്ടിയ ടോളിന്റെ ജീനോടൈപ്പ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി സ്മോൾ ടി. അതിൽ ഒരു ഫാക്ടർ ടോളിന്റേത്, ഒരു ഫാക്ടർ ഡോർഫിന്റേത്. അതുകൊണ്ട് അതിനെ സെൽഫ് ചെയ്തപ്പോൾ ടോളും കിട്ടിയത്, ഡോർഫും കിട്ടിയത്. എന്നാൽ നമ്മൾ F1 ഉണ്ടാക്കാൻ വേണ്ടി എടുത്തത് രണ്ടും ടോളും ഡോർഫും ട്രൂ ബ്രീഡിംഗ് ആണ്. അത് രണ്ടും ഇപ്പൊ ടോളിനെ എത്ര പ്രാവശ്യം സെൽഫ് ചെയ്താലും ടോളേ കിട്ടത്തുള്ളൂ. അപ്പൊ അതിനകത്ത് അതിലുള്ള രണ്ട് ഫാക്ടറും ടോളിന്റേതാണ്. ഈ ഡോർഫിനെ എത്ര പ്രാവശ്യം സെൽഫ് ചെയ്താലും ഡോർഫേ കിട്ടത്തുള്ളൂ. അതിന്റെ അർത്ഥം അതിൽ എന്തിന്റെ ഫാക്ടേഴ്സേ ഉള്ളൂ? ഡോർഫിന്റെ ഫാക്ടേഴ്സേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെയൊക്കെ ജീനോടൈപ്സ് ഒക്കെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അതിന് മുമ്പ് കുറച്ചുകൂടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, വേറെ അലീൽസ് എന്നൊരു പേര്, അലീൽസ് അല്ലെങ്കിൽ അതിനൊരു പേരും കൂടെ ഉണ്ട്, അലീലോമോർഫ്സ് എന്ന് പറയും. അലീൽസ് അല്ലെങ്കിൽ അലീലോമോർഫ്സ്. എന്താണ് അലീൽസ് എന്ന് പറഞ്ഞാൽ? ദ ഡിഫറെന്റ് ഫോംസ് ഓഫ് എ ജീൻ. നമ്മളിപ്പോ പഠിച്ചത് തന്നെയാണ്. ഒരു ക്യാരക്ടറിന്റെ രണ്ട് ഡിഫറെന്റ് ഫോംസിന് വേണ്ടിയുള്ള ജീനുകൾക്ക് പറയുന്ന പേരാണ് അലീൽസ്. നമ്മൾ പറഞ്ഞ ക്യാരക്ടറെ കൺട്രോൾ ചെയ്യുന്ന യൂണിറ്റുകൾക്ക് പറയുന്ന പേരാണ് മെന്റൽ അഭിപ്രായത്തിൽ ഫാക്ടർ ഇന്നത് അറിയപ്പെടുന്ന പേര് ജീൻ. ഒരു ക്യാരക്ടറിന് രണ്ട് ഓൾട്ടർനേറ്റീവ് ഫോം ഉണ്ട്. ഇപ്പൊ എക്സാമ്പിൾ, ഇവിടുത്തെ ക്യാരക്ടർ ഏതാ? ഇവിടുത്തെ ക്യാരക്ടർ ഹൈറ്റ് ആണ്. ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ രണ്ട് ഫോമാണ് ടോളും ഡോർഫും. അപ്പൊ ടോളിന്റെ ഫാക്ടർ ക്യാപിറ്റൽ ടി, ഡോർഫിന്റെ ഫാക്ടർ സ്മോൾ ടി. അപ്പൊ ക്യാപിറ്റൽ ടി എന്നതും സ്മോൾ ടി എന്നതും ആരുടെ ഫാക്ടേഴ്സ് ആണ്? ഹൈറ്റിന്റെ ഫാക്ടേഴ്സ് ആണ്. അപ്പൊ ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിന്റെ രണ്ട് ഓൾട്ടർനേറ്റീവ് ഫോംസിന് വേണ്ടിയുള്ള ജീൻസിന് പറയുന്ന പേരാണ് അലീൽസ്. ടു ഡിഫറെന്റ് ഫോംസ് ഓഫ് എ ജീൻ ഫോർ എ പർട്ടിക്കുലർ ക്യാരക്ടർ. ഒരു ക്യാരക്ടറിന്റെ ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിന് വേണ്ട ക്യാരക്ടറിനുള്ള രണ്ട് ഓൾട്ടർനേറ്റീവ് ഫോംസിന് വേണ്ടിയുള്ള ജീൻസിന് പറയുന്ന പേരാണ് അലീൽസ് അല്ലെങ്കിൽ അലീലോമോർഫ്സ്. ഒന്നുകൂടെ പറയാം. അപ്പൊ ഇവിടെ നമുക്ക് പറയാം, ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് ടോളിന്റെ അലീൽ, സ്മോൾ ടി എന്ന് പറയുന്നത് ഡോർഫിന്റെ അലീൽ. രണ്ടും ആരുടെ അലീൽസ്? ഹൈറ്റിന്റെ അലീൽസ്. ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിന്റെ രണ്ട് വ്യത്യസ്ത ഫോംസിന് വേണ്ടിയുള്ള ജീൻസിന്, രണ്ട് ഓൾട്ടർനേറ്റീവ് ഫോംസിന്റെ വേണ്ടിയുള്ള ജീൻസിന് പറയുന്ന പേരാണ് അലീൽസ്. ജീനിന്റെ ഡിഫറെന്റ് ഫോംസ്. ഇവിടെ ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ രണ്ട് ഓൾട്ടർനേറ്റീവ് ഫോം ആണ് ടോളും ഡോർഫും. ടോളിന്റെ ജീന് നമ്മൾ എന്ത് വിളിക്കും? ക്യാപിറ്റൽ ടി എന്നും ഡോർഫിന്റെ ജീന് സ്മോൾ ടി എന്നും പറയും. ഇത് രണ്ടിനെ വിളിക്കുന്ന പേരാണ് അലീൽസ്. ആരുടെ അലീൽസ്? ഹൈറ്റിന്റെ രണ്ട് ഡിഫറെന്റ് അലീൽസ്. So capital T is the allele for tall, small t is the allele for dwarf. Okay, so the two different forms of a gene for a particular character are called as alleles or allelomorphs. ഒരു ക്യാരക്ടറിന്റെ ഡിഫറെന്റ് ഫോംസിന് വേണ്ടിയുള്ള, ഡിഫറെന്റ് ഓൾട്ടർനേറ്റീവ് ഫോംസിന് വേണ്ടിയുള്ള ജീൻസിനെ വിളിക്കുന്ന പേരാണ് അലീൽസ് അല്ലെങ്കിൽ അലീലോമോർഫ്സ്. അപ്പൊ എപ്പോഴും മനസ്സിലാക്കുക, ഒരു ജീന് ഒന്നിൽ കൂടുതൽ എന്തുണ്ട്? അലീൽസ് ഉണ്ട്. ഒരു ക്യാരക്ടറിന് ഒന്നിൽ കൂടുതൽ എന്തുണ്ട്? അലീൽസ്. ഒരു ക്യാരക്ടറിന് എത്ര ഓൾട്ടർനേറ്റീവ് ഫോംസ് വരും അത്രയും എന്ത് വരാം? അലീൽസ് വരാം. ഇവിടെ നമ്മൾ എടുത്തതിൽ രണ്ട് ഓൾട്ടർനേറ്റീവ് ഫോം ആണുള്ളത്. ഓരോ ഓൾട്ടർനേറ്റീവ് ഫോമിനും ഓരോ അലീൽസ്. ഇനി ചില കേസിൽ നമ്മൾ ഒരു ക്യാരക്ടറിന്റെ ചില കേസിൽ ആ രണ്ട് ഓൾട്ടർനേറ്റീവ് ഫോമും സെയിം ആയിട്ട് വരാം, രണ്ട് അലീൽസും സെയിം ആയി വരാം, ചിലതിൽ ഡിഫറെന്റ് ആയി വരാം. ഇപ്പൊ എക്സാമ്പിൾ, ഈ ടോൾ എന്ന് പറയുന്ന പ്ലാന്റ്, അതിന് ആ ക്യാരക്ടറിന് വേണ്ടിയുള്ള, ടോൾ എന്ന് പറയുന്ന ക്യാരക്ടറിന് വേണ്ടിയുള്ള രണ്ട് അലീലും സെയിം ആണ്. ഇവിടെ ഡോർഫ് എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ പ്ലാന്റിൽ ആ ഡോർഫ് എന്ന് പറയുന്ന ക്യാരക്ടറിന് വേണ്ടിയുള്ള രണ്ട് അലീലും സെയിം ആണ്. ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിന് വേണ്ടിയുള്ള രണ്ട് അലീലും സെയിം ആയി വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് പറയും ഹോമോസൈഗസ് കണ്ടീഷൻ. എന്ത് പറയും? ഹോമോസൈഗസ്. If two alleles for a character are same, if both the alleles for a character are same, it is called homozygous condition. അപ്പോൾ ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് സ്മോൾ ടി എന്ന് പറയുന്നത് എന്ത് കണ്ടീഷൻ ആണ്? ഹോമോസൈഗസ് കണ്ടീഷൻ. എന്നാൽ ഇവിടെ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുന്നു. ക്യാപിറ്റൽ ടി സ്മോൾ ടി അത് ഒരലിൽ ടോളിന്റേതാണ്, ഒരലിൽ ഡോർഫിന്റേതാണ്.
ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിന് വേണ്ടി ഉള്ള, പക്ഷെ ഇവിടുത്തെ എക്സ്പ്രസ് ചെയ്ത ഫിനോടൈപ്പ് ഏതാ? ടോളാണ്. ആ ടോൾ എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ ക്യാരക്ടറിൽ ഒരലിൽ ടോളിൻ്റെത്, ഒരലിൽ എന്താണ്? ഡോർഫിൻ്റെതാണ്. ഈ കണ്ടീഷനെ നമ്മൾ പറയുന്ന പേരാണ് ഹെറ്ററോസൈഗസ് കണ്ടീഷൻ. എന്താ പറയും? ഹെറ്ററോസൈഗസ് കണ്ടീഷൻ. രണ്ട് കണ്ടീഷൻ നമ്മൾ പഠിച്ചു, ഹോമോസൈഗസും ഹെറ്ററോസൈഗസും. If both the alleles for a character are same, it is called a homozygous condition, and if both the alleles for a character would be different, it is called a heterozygous condition. Capital T, small t എന്ന് പറയുന്നത് homozygous condition, capital T, small t എന്ന് പറയുന്നത് heterozygous condition. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, വേർഡുകൾ നോക്കുക. കുറെ വേർഡ്സ് പുതുതായിട്ട് നമ്മൾ പറഞ്ഞു. ഒന്ന് ഫീനോടൈപ്പ്, ജീനോടൈപ്പ്. എന്താ ഫീനോടൈപ്പ്, ജീനോടൈപ്പ്? ഫീനോടൈപ്പ് മീൻസ് ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ് ഓഫ് ആൻ ഓർഗാനിസം. ടോള്, ഡോർഫ് എന്നൊക്കെ പറയുന്നത്, റൗണ്ട്, റിംഗിൾ എന്നൊക്കെ പറയുന്നത് ഫീനോടൈപ്പ്. ഈ ഫീനോടൈപ്പിനെ കാരണമായ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന പേരാണ് ജീനോടൈപ്പ്. According to Mendel, in every organism, characters are controlled by some units called factors, and these factors nowadays called as the genes. And also the factors occur in pairs. And the different forms of a gene for a character are called as alleles or allelomorphs. ഒരു ക്യാരക്ടറിന് വേണ്ടിയുള്ള ജീനിന്റെ ഡിഫറെന്റ് ഫോംസിന് പറയുന്ന പേരാണ് അലീൽസ്. ഒരു ക്യാരക്ടറിന് ഡിഫറെന്റ് ഓൾട്ടർനേറ്റീവ് ഫോംസ് ഉണ്ടായാലും ഓരോ ഓൾട്ടർനേറ്റീവ് ഫോമിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഓരോ അലീൽസ് ഉണ്ട്, ജീനുണ്ട്. അതിനെ പറയുന്ന പേരാണ് അലീൽസ് അല്ലെങ്കിൽ അലിലോമോർഫ്സ്. ഫോർ എക്സാമ്പിൾ, ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടറിന് രണ്ട് ഓൾട്ടർനേറ്റീവ് ഫോമാണ് ടോളും ഡോർഫും. ടോളിന്റെ അലീലിനെ ക്യാപിറ്റൽ ടി എന്ന് റെപ്രസെന്റ് ചെയ്യാം, ഡോർഫിന്റെ അലീലിനെ സ്മോൾ ടി എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഒരു ക്യാരക്ടറിന് വേണ്ടിയുള്ള രണ്ട് അലീലും സെയിം ആയി വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കും ഹോമോസൈഗസ് കണ്ടീഷൻ. ഒരു ക്യാരക്ടറിന് വേണ്ടിയുള്ള രണ്ട് അലീലും ഡിഫറെന്റ് ആയി വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കും ഹെറ്ററോസൈഗസ് കണ്ടീഷൻ. ഓക്കെ, സോ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന അടുത്ത കുറച്ചുകൂടെ നമുക്ക് ഈ ജീനോടിപ്പിക്കലായിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.